വലിയ ദുരന്തങ്ങളിൽ നിന്ന് മാത്രമേ പാഠം പഠിക്കൂ എന്നത് മലയാളിയുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. സ്ഥിരം അപകട മേഖലയായ ഈ പനയമ്പാടത്ത് സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് 6 മാസം മുൻപ് നൽകിയ റിപ്പോർട്ട് ആരും പരിഗണിച്ചില്ല. വേഗനിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്നായിരുന്നു റിപ്പോർട്ടിലെ നിർദ്ദേശം. MVDയുടെ ആവശ്യപ്രകാരം പാലക്കാട് IIT വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ റിപ്പോർട്ട്. അരുൺ ആലത്തൂർ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു പലരും. അതിനുശേഷം കൃത്യമായ പഠനം നടത്തി വ്യക്തത വരുത്തിയിരുന്നു. വേഗനിയന്ത്രണം വരുത്തിയില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളിലേക്ക് പോകുമെന്ന് അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ എപ്പോഴത്തെയും പോലെ ഒരു ദുരന്തം വരേണ്ടിയിരിക്കുന്നു ഇതെല്ലാം ഒന്ന് പൊടിതട്ടിയെടുക്കാൻ. അരുൺ, തീർച്ചയായിട്ടും വീണ, 6 മാസം മുൻപാണ് ഇത്തരമൊരു റിപ്പോർട്ട് ഈ മോട്ടോർ വാഹന വകുപ്പ് സമർപ്പിച്ചിരുന്നത്. ബന്ധപ്പെട്ട അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നത് ഇവിടെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് അത് ഈ റോഡിലെ അപാകതകളാണ്. ആ അപാകതകൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് എന്നുൾപ്പെടെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നമ്മൾ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും അതിലൊന്നും ഒരു നടപടിയും സ്വീകരിക്കാത്ത ഇരുന്നതാണ് ഇങ്ങനെ വീണ്ടുമുള്ള അപകടങ്ങളിലേക്ക് വഴിവെച്ചത് എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും പാലക്കാട് IIT വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. റോഡ് സുരക്ഷാ കൗൺസിൽ വഴി പൊതുമരാമത്ത് ദേശീയ പാത വിഭാഗത്തിനാണ് ഇത് കൈമാറുകയും ചെയ്തത്. ഇതിൽ ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ടായിരുന്നത് 70 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന വഴിയാണിതെങ്കിലും നിലവിൽ 30 കിലോമീറ്റർ വേഗതയിലാണ് അവിടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ മുന്നറിയിപ്പ് ബോർഡ് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന തരത്തിലല്ല ആ ബോർഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റോഡിൽ തന്നെ വളരെ കനത്തിൽ ഈ സൂചനാ ബോർഡ് സ്ഥാപിക്കണം, അതിനു വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് കട്ടി കൂടിയ മാർക്കുകൾ വേണമെന്നാണ്. റോഡിൽ തന്നെ കട്ടി കൂടിയ തരത്തിലൊരു മാർക്കുകൾ ഈ 30 കിലോമീറ്റർ വേഗതയിലെ സഞ്ചരിക്കാവൂ എന്ന തരത്തിൽ വേണം എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേപോലെ തന്നെ ഒരേ ദിശയിൽ പോകുന്ന വാഹനങ്ങൾ മറികടക്കുന്നത് നിരോധിച്ചുള്ള അറിയിപ്പ് വയ്ക്കാനും നിർദ്ദേശം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ വളവുകളിൽ വശം മാറി സഞ്ചരിക്കുന്ന ഒഴിവാക്കാൻ ഡെലിനേറ്ററുകൾ സ്ഥാപിക്കണം എന്ന ഒരു നിർദ്ദേശവും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. വേറൊരു കാര്യമുള്ളത്, ഈ റോഡിന്റെ അരികിൽ മണ്ണ് വളരെ കനം കുറവാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വാഹനങ്ങളുടെ ഒരു ടയർ മണ്ണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ വാഹനങ്ങൾ ചെരിയും. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർമാർ മണ്ണിലേക്ക് ഇറങ്ങാതെ റോഡിലേക്ക് കയറി തന്നെ പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെ ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡും ഈ അരികിലെ മണ്ണും തമ്മിലുള്ള വ്യത്യാസം അത് ക്രമപ്പെടുത്തണം എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കാം, ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്നൊക്കെ ഉൾപ്പെടെ ആവശ്യമായുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ നേരത്തെ ഇവിടെ വളവിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി റോഡിൻ്റെ ചില നടപടികൾ, അതായത് പരിക്കനാക്കുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ പരിക്കനാക്കുന്ന നടപടികൾ സ്വീകരിച്ചുവെങ്കിലും അത് പിന്നീടും ഈ വാഹനങ്ങൾ കുറേ കടന്നുപോയി അത് വീണ്ടും മിനുസപ്പെട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതുൾപ്പെടെ പരിശോധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഏതായാലും ഈ 6 മാസം മുൻപ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൃത്യമായി ബന്ധപ്പെട്ട അധികൃതരെയൊക്കെ അറിയിച്ചിട്ടും അതിലൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് ഈ അപകടത്തിന് എന്തുകൊണ്ടാണ് അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ കാരണങ്ങളിൽ ഒന്നായി ഇതിനെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ പഠനങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പഠനങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും വലിയ രീതിയിൽ ഉയരുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. കാരണം ഈ പനയമ്പാടത്ത് മാത്രം 55-ലേറെ അപകടങ്ങളും കല്ലടിക്കോട് മുതൽ പനയമ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ 100-ലേറെ അപകടങ്ങളുമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു നടപടി വേണം എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ തന്നെ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടത്തിയിരുന്നു. ഇന്ന് 11 മണിക്ക് ഈ ബന്ധപ്പെട്ട അധികൃതർ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പിന്നീട് ഈ ഖബറടക്കം ഉൾപ്പെടെയുള്ളത് പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ ആ 11 മണിക്കുള്ള യോഗം ഏതായാലും 2 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 മണിക്ക് പാലക്കാട് കളക്ടറേറ്റിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നടപടി ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഈ 6 മാസം മുമ്പ് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നുള്ള കാര്യങ്ങളും അതിന്റെ ചോദ്യങ്ങളും ഒക്കെ മന്ത്രിമാർക്ക് നേരെ നൽകുകയായിരുന്നു. ഈ കളക്ടറേറ്റിൽ നിന്ന് നടക്കാനിരുന്ന 11 മണിയോടെ നടക്കാനിരുന്നാണ് ഈ ഖബറടക്കത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ നാട്ടുകാർ ഈ വിഷയം ഉന്നയിക്കും. ഈ തുടർച്ചയായ അപകട മേഖലയായി മാറിയിരിക്കുന്നതിന് എന്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നത് അവർ ഉയർത്തും.